ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി എസ് സിമ്പിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് സേമിയ പായസം. സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതും ഈ ഒരു സേമിയ പായസം തന്നെ ആയിരിക്കും അല്ലേ? എന്നാൽ ചില ആൾക്കാർ പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്, എത്രയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രുചി കിട്ടാറില്ല എന്നുള്ളത്. കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സേമിയ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കിഡിലൻ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സേമിയ പായസം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കേണ്ടത് നോക്കിയാലോ? വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഞാൻ പായസം ഉണ്ടാക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. പാന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അല്പം അണ്ടിപ്പരിപ്പും അല്പം ബദാമും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമുക്കൊരൽപ്പം ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും നല്ലപോലെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ 1 കപ്പ് അളവിൽ സേമിയം ചേർത്ത് കൊടുത്ത് സേമിയം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ സേമിയയുടെ നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. മൊത്തത്തിൽ നമുക്ക് 1 ലിറ്റർ പാലാണ് വേണ്ടത്. ഞാൻ ഈ പാല് തിളപ്പിച്ച് മാറ്റി വെച്ചതാണ്. ഈ പാലിൽ നിന്ന് ഒരു 1/4 ഭാഗം നമുക്ക് ഈ സേമിയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് സേമിയം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. സേമിയം വെന്ത് വരുന്ന സമയത്ത് ഇതിങ്ങനെ തിക്കായിട്ട് കിട്ടും. ഈ സമയം നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള പാലിൽ നിന്ന് ഒരു പകുതി കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇത് കൈവിടാതെ ഇളക്കി സേമിയം മുഴുവനായിട്ടും വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഈ സമയം നമുക്കിതിലേക്ക് ഒരു 6 ഏലക്കായ പൊളിച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏലക്കായ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. സേമിയ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാല് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ 1 ലിറ്റർ പാലും ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നോക്കി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അത്യാവശ്യം നല്ല മധുരത്തിൽ തന്നെയാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഏതാണ്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല കേട്ടോ. ഒരുപാട് ലൂസായി കഴിഞ്ഞാലും ഇതിന് അത്ര രുചി ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരിക്കലും നമ്മൾ പായസം ഉണ്ടാക്കി ഉടനെ തന്നെ സെർവ് ചെയ്യാൻ പാടില്ല. പകരം നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളുടെ വീട്ടിൽ സേമിയ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യണം. ഇതുപോലുള്ള നല്ല കിഡിലൻ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.